പ്രാണനിൽ ഭാഗം 13. ബെഡിൽ കിടന്നുകൊണ്ട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെയും ഓർക്കുകയാണ് സൂര്യ. അതിൽ മുഴുവനും അജുവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അവളുടെ ചിന്ത. സത്യത്തിൽ എനിക്ക് എന്താണ് പറ്റിയത്? എല്ലാവരോടും ദേഷ്യവും വാശിയും അസൂയയും കൊണ്ട് മാത്രം വളർന്നു വന്ന ഞാൻ തന്നെ ഇന്ന് മീനൂട്ടിയോട് കൂട്ടുകൂടിയതും വ്യാസിന് പിറകെ സോറി പറയാൻ നടന്നതുമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുക. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എനിക്ക് ഈ മാറ്റമൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്? അജു ആണോ? അവനാണോ എൻ്റെ ഈ മാറ്റത്തിൻ്റെ പിന്നിൽ? ഉത്തരം കിട്ടാതെ പല ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ട് അവൾ കിടന്നു. അപ്പോഴാണ് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കണ്ടത്. ഇതുവരെ ഇല്ലാത്ത സന്തോഷത്തോടെയും വെപ്രാളത്തോടെയും അവൾ വാട്സപ്പ് ഓണാക്കിയപ്പോൾ അജുവിൻ്റെ നമ്പറിൽ നിന്നും ഒരു വീഡിയോ മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടു. വിറയ്ക്കുന്ന കൈകളോടെയും തുടിക്കുന്ന ഹൃദയത്തോടെയും അവൾ അത് ഓപ്പണാക്കി ആ വീഡിയോ ഓൺ ചെയ്തു. അതിൽ അവളും മീനൂട്ടിയും കൂടെ ഓരോ കുസൃതി കാണിച്ച് കളിക്കുന്നതായിരുന്നു. അത് അജു വീഡിയോ എടുത്തു വെച്ചു എന്നോർക്കവേ അവളിൽ നാണവും ചമ്മലും ഒക്കെ വന്നു നിറയാൻ തുടങ്ങി. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അജുവിൻ്റെ കോളും എത്തിയത്. സൂര്യ അപ്പോൾ തന്നെ വെപ്രാളത്തോടെ കോൾ കട്ട് ചെയ്തു. വീണ്ടും 2-3 പ്രാവശ്യം വിളിച്ചെങ്കിലും അവൾ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഡി അഹങ്കാരി പെണ്ണേ, നാളെ രാവിലെ ഞാൻ പറയുന്ന സ്ഥലത്തൊന്ന് വരണം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനി വരില്ല എന്നാണ് ഉദ്ദേശമെങ്കിൽ പൊന്നുമോളെ വീട്ടിൽ വന്ന് ഞാൻ പൊക്കിക്കൊണ്ടുപോകും. അപ്പോൾ ഓക്കെ ബൈ, നാളെ കാണാം, ഉമ്മ. അജു അയച്ച വോയിസ് കേട്ട് ആകെ കിളിപോയ കണക്കെ ഇരിക്കുകയാണ് സൂര്യ. നാളെ എൻ്റെ പട്ടി പോകും. ഞാൻ നാളെ എവിടെയും ഇറങ്ങില്ല. പിറുപിറുത്ത് കൊണ്ടവൾ ഫോൺ ഓഫാക്കി വെച്ച് പുതച്ച് മൂടിക്കിടന്നു. പക്ഷേ അപ്പോഴും അവളുടെ മനസ്സിൽ അജുവിന് എന്താവും പറയാനുണ്ടാവുക എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രാത്രി അവൾക്ക് ഉറക്കം കിട്ടിയതുമില്ല. ഇതേ സമയം എങ്ങോട്ടെന്നില്ലാതെ ഡ്രൈവ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് വ്യാസ്. ദേഷ്യവും സങ്കടവും അവനെ വല്ലാത്തൊരവസ്ഥയിലാക്കി മാറ്റിയിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ചത്. ആദ്യം ശ്രദ്ധിച്ചില്ല എങ്കിലും 2-3 പ്രാവശ്യം കോൾ വന്നത് കണ്ടപ്പോൾ അവൻ സംശയത്തോടെ കാർ ഒരു ഭാഗത്തൊതുക്കി ഫോൺ എടുത്തു നോക്കി. അച്ഛൻ കോളിംഗ്. അത് കണ്ടപ്പോൾ അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. നീ ഇതെവിടെ പോയി കിടക്കുക ദേവാ? മോളെ വിളിച്ചിട്ടും ഫോൺ കിട്ടുന്നില്ലല്ലോ. ഫോൺ എടുത്തപ്പോൾ തന്നെ സുധാകരൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ അവനൊന്ന് സംശയിച്ചു. നിങ്ങൾ എവിടെയാണുള്ളത്? അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം പോലും ഇടറിയിരുന്നു. അത് പറയാനാണ് വിളിച്ചത്. ഞങ്ങൾ തറവാട്ടിലാണ്. മുത്തശ്ശിക്ക് തീരെ വയ്യ. അതുകൊണ്ട് ഒരു ദിവസം ഇവിടെ നിൽക്കാമെന്ന് കരുതി. അത് പറയാൻ വിളിച്ചപ്പോഴല്ലേ രണ്ടാളെയും കിട്ടാനത്. നീ പാറുമോളോട് പറയണം കേട്ടോ, അല്ലെങ്കിൽ അവൾ ഞങ്ങൾ വരുന്നത് വരെ കാത്തു നിൽക്കും. സുധാകരൻ പറയുന്നത് കേട്ടപ്പോൾ വ്യാസിൻ്റെ ഓർമ്മ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളിലേക്ക് പോയി. ഞാൻ പറയാം, എന്നാൽ ശരി. കൂടുതലൊന്നും പറയാനാവാതെ അത്രയും പറഞ്ഞുകൊണ്ടവൻ കോൾ കട്ട് ചെയ്തു. അപ്പോൾ അവൻ്റെ മനസ്സിൽ നിറയെ കുറച്ചു മുന്നേ പാറുവിനെ അടിച്ചതും പിടിച്ചു തള്ളി മാറ്റിയതും നിറഞ്ഞ കണ്ണുകൾ വെച്ചുകൊണ്ടുള്ള അവളുടെ നോട്ടവുമായിരുന്നു. സ്വയം തലക്കടിച്ചു കൊണ്ടവൻ സീറ്റിൽ ചാരിയിരുന്നു. ഈശ്വരാ, ശ്രീ, പാവം ഒന്നുമറിയാത്ത അവളെ തല്ലാൻ എനിക്കെങ്ങനെ തോന്നി ദൈവമേ. പ്രിയയുടെ ഓർമ്മയ്ക്കായി ആകെയുള്ള ആ വസ്തു അറിയാതെ ആയിരിക്കില്ലേ അവളുടെ അടുത്തു നിന്നും വീണിട്ടുണ്ടാവുക. പക്ഷെ ആ സമയം ഭ്രാന്ത് പിടിച്ച താൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ അവളെ അടിച്ചു. അവൾക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. സോറി ശ്രീ. എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ അവൻ്റെ ഇരു കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവളും കുഞ്ഞും വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ എന്ന ഓർമ്മ അവനിൽ ഉണ്ടായത്. അപ്പോൾ തന്നെ വേഗം കാർ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടവൻ വേഗത്തിൽ അമരാവതി ലക്ഷ്യമാക്കി വണ്ടി ഓടിച്ചു. എന്നാൽ ആ സ്പീഡിൽ കാറിലെ കോ ഡ്രൈവർ സീറ്റിൽ വെച്ചിരുന്ന പ്രിയയുടെ ഫോട്ടോ നിലത്തേക്ക് പാറി വീണത് അവൻ അറിഞ്ഞിരുന്നില്ല. അമരാവതിയിലേക്ക് വണ്ടി കയറ്റി തുറന്നിട്ടിരിക്കുന്ന വീടിനകത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവൻ്റെ മനസ്സ് പോലെ തന്നെ കാലുകളും ഇടറുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അകത്തേക്ക് ഓടിക്കയറി മുകളിലെ മുറിയിലെത്തി അവൻ കാണുന്നത് മീനൂട്ടിയെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് കിടക്കുന്ന പാറുവിനെയാണ്. രണ്ടുപേരും നല്ല ഉറക്കിലാണെന്ന് മുഖം കണ്ടാലേ അറിയാം. പക്ഷേ ഇടയ്ക്കിടെ പാറുവിൻ്റെ മുഖം ചുളിയുന്നത് കണ്ട വ്യാസ് വേഗം തന്നെ വാതിലടച്ച് അവൾക്കരികിലേക്ക് നടന്നു. അപ്പോഴാണ് അവൻ അവളുടെ കാലിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന രക്തവും താഴെ ചിതറിക്കിടക്കുന്ന ചില്ലു കഷ്ണവും ഒക്കെ കണ്ടത്. അതുകൂടി കണ്ടതും കുറ്റബോധം കൊണ്ട് അവൻ്റെ ഹൃദയം പിടയുന്നുണ്ടായിരുന്നു. പാറുവിനെ നിറഞ്ഞ കണ്ണുകളാലൊന്ന് നോക്കിക്കൊണ്ടവൻ വേഗം തന്നെ തറ മുഴുവനും വൃത്തിയാക്കിയ ശേഷം പഞ്ഞിയും ഡെറ്റോളും ഒക്കെ എടുത്ത് ബെഡിൽ പോയിരുന്ന് പതിയെ വേദനിപ്പിക്കാതെ പാറുവിൻ്റെ കാലിൽ കെട്ടിക്കൊടുക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെയും അവൻ്റെ കണ്ണുനീർ അവളുടെ കാലിലേക്ക് ഇറ്റിറ്റി വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തുകൊണ്ടോ തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശോഭ പറഞ്ഞ വാക്കുകളായിരുന്നു ഓടിയെത്തിയത്. മോനെ, ഒരു കാര്യം മാത്രമേ എനിക്ക് മോനോട് പറയാനുള്ളൂ. ആവശ്യപ്പെടുന്നതല്ല, അപേക്ഷിക്കുന്നതാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ മോൾ ഒരുപാട് അനുഭവിച്ചു. മോൻ വേണം ഇനി അവൾക്ക് സന്തോഷമുള്ള ഒരു ജീവിതം നൽകുവാൻ. ഒരിക്കലും വിഷമിപ്പിക്കരുത് എൻ്റെ മോളെ. കൈവിടരുത്. പൊന്നുപോലെ നോക്കണം. അതോർത്തപ്പോൾ അവൻ നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് ഒരു പില്ലോ എടുത്ത് പാറുവിൻ്റെ കാൽ
പതിയെ അതിലേക്ക് വെച്ച് കൊടുത്ത് അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു. മീനൂട്ടിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെരിഞ്ഞു കിടന്ന പാറുവിൻ്റെ അരികിൽ കിടന്നുകൊണ്ടവൻ മോളെ പതിയെ അവളിൽ നിന്നും മാറ്റി കിടത്തി പാറുവിനെ നേരെ കിടത്തി. അപ്പോൾ ഒന്ന് കുറുകിക്കൊണ്ടവൾ നേരെ കിടന്നപ്പോഴായിരുന്നു അവൻ അവളുടെ കവിളിലെ തൻ്റെ വിരൽപ്പാടുകളും പൊട്ടിയ ചുണ്ടും കണ്ടത്. പതിയെ വിരലുകളാൽ അവൻ അവളുടെ കവിളിൽ തലോടി. അപ്പോൾ പോലും പാറുവിൻ്റെ മുഖം വേദനയാൽ ചുളിയുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഏതോ ലോകത്തുനിന്ന് പോലെ വ്യാസ് അവളുടെ കവിളിൽ മൃദുവായ ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചു. ശേഷം അവിടെ നിന്നും അതിരം പതിയെ അവളുടെ റോസാപ്പൂ അതിരങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവളുടെ ചുണ്ടിൻ്റെ കോണിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന രക്തത്തുള്ളികളെ അവൻ തൻ്റെ നാവിനാൽ തുടച്ചു നീക്കി. എന്തിന് താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന ചിന്ത പോലും അപ്പോൾ അവനിൽ ഇല്ലായിരുന്നു. സോറി ശ്രീ, നീ എന്നോട് ക്ഷമിക്കില്ലേ? അറിയാം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന്. എനിക്കിപ്പോൾ എന്നോട് തന്നെ പുച്ഛം തോന്നുക. ജീവിതത്തിൽ ഇന്നേ വരെ തന്നെ ഒന്ന് സ്നേഹിക്കുക പോലും ചെയ്യാത്ത ഒരുവൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ നിന്നെ അടിച്ചത് എന്നോർക്കുമ്പോൾ. ശരിക്കും നീ ഒരു നല്ല പെൺകുട്ടിയാണ് ശ്രീ. അല്ലെങ്കിൽ നിനക്ക് ജിത്തുവിനെ ഓർത്ത് വേദനിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങോട്ട് സ്നേഹമില്ലെങ്കിൽ പോലും നിന്നെ ജീവനേക്കാളേറെ സ്നേഹിച്ച അവൻ മരണപ്പെട്ടപ്പോൾ നീ അനുഭവിച്ച വേദന ഒക്കെയും അച്ഛൻ എന്നോട് അന്നേ പറഞ്ഞതാ. പക്ഷെ ഞാനോ, എനിക്ക് നിന്നെ കിട്ടിയത് തന്നെ ഭാഗ്യമാണ് ശ്രീ. എൻ്റെ സ്വന്തം കുഞ്ഞല്ല മീനുമോൾ. എന്നിട്ടും ഞാൻ അവളെ സ്നേഹിക്കാനും നോക്കുന്നുമുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഉപരി നിനക്ക് മോൾ ജീവനാണെന്നും എനിക്കറിയാം. എന്നോട് ക്ഷമിക്കൂ ശ്രീ. പാറുവിനെ നോക്കി പതിയെ പറഞ്ഞുകൊണ്ടവൻ അവളെ എടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. എന്തുകൊണ്ടോ അവൻ്റെ ചേർത്ത് പിടിക്കൽ കൊതിച്ചതുപോലെ അപ്പോൾ തന്നെ പാറു ഒന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നിരുന്നു. അത് കണ്ടപ്പോൾ നിറഞ്ഞ വാത്സല്യത്തോടെ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു കൊണ്ടവൻ അവളെയും ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. കൂടെ അവൻ്റെ കൈകൾ മീനൂട്ടിയെയും ചേർത്ത് പിടിച്ചിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചെറിയൊരു ഞരക്കത്തോടെ കണ്ണുകൾ തുറന്ന പാറു കാണുന്നത് അവളുടെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ചുറങ്ങുന്ന വ്യാസിനെയാണ്. ഒരു നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. പക്ഷേ ഇന്നലെ നടന്നതൊക്കെയും ഓർമ്മ വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അറിയാതെ എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയിരുന്നു വിച്ചേട്ടാ നിങ്ങളെ. വാത്സല്യത്തോടെ മീനുമോളെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ പ്രണയത്തോടെ ആ കരങ്ങൾ എന്നെയും പുണർന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. നിങ്ങളുടെ ചെറു സമീപനം പോലും എൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നവയാണ്. ജിത്തുവേട്ടനോട് പോലും തോന്നാത്ത ആത്മാർത്ഥ സ്നേഹം. ആദ്യ പ്രണയം തോന്നിയത് നിങ്ങളോടായിരുന്നു. പക്ഷേ എല്ലാം എൻ്റെ പാഴ്മോഹങ്ങളാണെന്ന് ഇന്നലെ നടന്ന സംഭവത്തോടെ എനിക്ക് മനസ്സിലായി. ഇനി ഒന്നിനും ഞാനില്ല. നിങ്ങളിൽ നിന്നും അകലെ തന്നെ ഞാൻ നിന്നോളാം. എനിക്കെൻ്റെ മോളെ മാത്രം മതി. അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞുകൊണ്ടവൾ പതിയെ അവനിൽ നിന്നും വേർപെട്ട് എഴുന്നേറ്റിരുന്നു. നിലത്ത് കാൽ കുത്തിയപ്പോൾ ചെറിയൊരു വേദന തോന്നിയെങ്കിലും കാൽ കെട്ടിയത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വ്യാസ് ചെയ്തതാണ് എന്ന്. പക്ഷെ അതൊക്കെ ചെയ്തു പോയതിൻ്റെ സഹതാപം മാത്രമാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയം പൊടിയുന്ന വേദന കടിച്ചമർത്തിക്കൊണ്ടവൾ അയഞ്ഞു കിടന്നിരുന്ന മുടി മുഴുവനും മുകളിൽ കെട്ടിവെച്ച് തിരിഞ്ഞ് മീനുമോളുടെ കവിളിൽ ഒന്ന് ചുംബിച്ച ശേഷം പതിയെ എഴുന്നേറ്റു. എന്നാൽ അവൾ മുന്നോട്ട് നടക്കുന്നതിന് മുമ്പേ വ്യാസിൻ്റെ കൈകൾ അവളുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. മീനുമോൾക്കരികിൽ പാറി ചെന്നപ്പോൾ അവളുടെ സാരി മുഖത്ത് പതിഞ്ഞപ്പോഴായിരുന്നു അവൻ എഴുന്നേറ്റത്. ശ്രീ, ഞാൻ നിന്നെ... വ്യാസ് പതിയെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവനിൽ നിന്നും തൻ്റെ കൈകൾ വലിച്ചെടുത്തു കൊണ്ടവൾ വേച്ചു പുറത്തേക്ക് നടന്നിരുന്നു. ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ അവൻ തറഞ്ഞു നിന്നുപോയി. എങ്ങനെയെങ്കിലും പാറുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അവൻ. എന്നാൽ അവളുടെ അവഗണന അവനെ അത്രമേൽ തളർത്തുന്നു എന്നവൻ ആ സമയം അറിഞ്ഞില്ല.